പത്തനംതിട്ടയില് മൈനറായ പെൺകുട്ടിയെ 64 പേരാണ് പീഡിപ്പിച്ചത്. പത്തനംതിട്ടയിലും എലവന്തിട്ടയുമായിട്ട് 2 കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ശിശുക്ഷേമ സമിതിയിലെ പെൺകുട്ടിയെ അവര് കാര്യങ്ങൾ അന്വേഷിച്ച് വിവരങ്ങൾ ചോദിച്ചപ്പം ലിസ്റ്റിനകത്ത് 64 പേരുടെ പേര് വന്നു. കായിക പ്രതിഭയാണ് പെൺകുട്ടി, SC/ST വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. കായികമായി ആ കുട്ടി 13 വയസ്സ് മുതൽ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി എങ്കിലും ചിലര് അവരെ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പരിശീലനം നടത്തിക്കൊണ്ടിരുന്ന ആ കോച്ച് ഉൾപ്പെടെയുള്ളവർ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ മൊഴിയിൽ കാണുന്നത്. പരിശീലകരും അതുപോലെ തന്നെ കായിക താരങ്ങളും സഹപാഠികളും ഒക്കെ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരുടെ ലിസ്റ്റിനകത്തുണ്ട്. ഏകദേശം 40 പേരുടെ പേരുകൾ ആ പെൺകുട്ടിയുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പം പെൺകുട്ടിക്ക് 18 വയസ്സ് എത്തിക്കഴിഞ്ഞു. 2019 പെൺകുട്ടിക്ക് 13 വയസ്സായിരുന്നു. ആ സമയം മുതലാണ് കായിക രംഗത്ത് പെൺകുട്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മുതൽ പെൺകുട്ടിയുടെ കൂടെ പരിശീലനത്തിന് വന്നവരും പരിശീലകരും അതുപോലെ സഹപാഠികളും പിതാവിൻ്റെ ചില ബന്ധുക്കളുമൊക്കെ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പീഡിപ്പിക്കുകയുണ്ടായി. പെൺകുട്ടിയുടെ കണക്കനുസരിച്ച് 64 പേരുടെ ലിസ്റ്റാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. എലവന്തിട്ട സ്വദേശികളായ ഈ സന്ദീപ്, വിനീത്, സുബിൻ അവരൊക്കെ ചെറുപ്പക്കാരാണ്. അവരെ 3 പേരെയും എലവന്തിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു പോക്സോ കേസിൽ. അതുപോലെ അച്ചു, ആനന്ദ് എന്ന് 2 പേരൂടെ ഉണ്ട് അവരുടെ കൂടെ. അവർ 2 പേരും ഒളിവിലുമാണ്. ഏകദേശം 15-20 പേരെ പോലീസിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലും എലവന്തിട്ട പോലീസ് സ്റ്റേഷനിലുമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കുട്ടിയുടെ സഹപാഠിയായ ഒരാൾ ആണ് ആദ്യമായിട്ട് പീഡിപ്പിക്കുന്നത്. പെൺകുട്ടിയായിട്ട് സൗഹൃദത്തിലായി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. വിവാഹ വാഗ്ദാനം വരെ നൽകി. അതിനുശേഷം വാഹനത്തിലൊക്കെ അയാളോടൊപ്പം സഞ്ചരിച്ച് പല സ്ഥലത്തും കൊണ്ടുപോയി പീഡിപ്പിക്കപ്പെട്ടു. പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ അയാൾ എടുത്തു. അത് തൻ്റെ കൂട്ടുകാർക്കൊക്കെ കൈമാറി. അവരും ചിലർ പെൺകുട്ടിയെ സമീപിച്ചു. ഈ നഗ്ന ചിത്രം അത് സർക്കുലേറ്റ് ചെയ്യും, എല്ലാവരും ഭീഷണിപ്പെടുത്തി. പൊതുവെ ഇതുപോലുള്ള പോക്സോ കേസുകളും അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള ബന്ധപ്പെടുമ്പം പല ആൾക്കാരും ആണുങ്ങളും നഗ്ന ചിത്രങ്ങൾ അവരെ എടുക്കുന്നത് എന്തിനെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഇതൊരു ഭീഷണിക്ക് വേണ്ടിയിട്ടാണ്. ഇത് പബ്ലിഷ് ചെയ്യും, ഇത് വെളിയിലാക്കും, നിങ്ങളെ നാറ്റിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭീഷണിയുടെ പുറത്താണ് പലരും കാര്യം സാധിക്കുന്നത്. അല്ലെങ്കിൽ അത് വെളിയിൽ പറയാതിരിക്കാൻ വേണ്ടി ഈ ഒരു ചിത്രം, ഈ വീഡിയോ അതവരെ കാണിക്കും. അത് എൻ്റെ കൈവശമുണ്ട്. ഇതാണ് ആ ഭീഷണിയുടെ സ്വഭാവവും. അതുപോലെ തന്നെ ആദ്യമായിട്ട് ബന്ധപ്പെട്ട ആ സഹപ്രവർത്തകൻ അയാൾ ഈ കുട്ടിയായിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞു. കുറേ നാളുകൾ മുന്നോട്ട് പോയപ്പം അയാൾ എടുത്ത ചിത്രങ്ങൾ പലർക്കുമായിട്ട് പങ്കുവച്ചു. ഓരോരുത്തരും കുട്ടിയെ സമീപിച്ച് കുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തു. പോക്സോ കേസ് അനുസരിച്ച് തീർച്ചയായിട്ടും ഈ കേസുകളെല്ലാം പോലീസ് രജിസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ. മൈനറാണ്. ശിശുക്ഷേമ സമിതിയിൽ കുട്ടി ഇതെല്ലാം വെളിപ്പെടുത്തി. അത് മുഴുവൻ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്തപ്പോൾ 64 പേരുടെ പേരുകൾ പറഞ്ഞു. ഏകദേശം 30-40 പേരുടെ മൊബൈൽ നമ്പർ ഈ കുട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ പേരും ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. കുട്ടിക്ക് മൈനറായിരുന്ന കാലഘട്ടത്തിൽ കുട്ടിക്ക് മൊബൈൽ ഫോൺ ഇല്ല. പിതാവിൻ്റെ മൊബൈലിൽ വിളിച്ചു. പിതാവിൻ്റെ സുഹൃത്തുക്കളും ഒക്കെയാണ് സംസാരിക്കുന്നത്. പിതാവിന് അങ്ങനെ ഒരു സംശയം തോന്നാൻ ന്യായമില്ല. തൻ്റെ സഹപാഠികൾ, തൻ്റെ സുഹൃത്തുക്കളൊക്കെ കൊച്ചിനെ വിളിക്കുമ്പോൾ ഫോൺ കൊടുക്കും. ആ ഫോണിലാണ് പലരും വിളിച്ചിരിക്കുന്നത്. കുട്ടിയെ പീഡിപ്പിക്കാൻ കൊണ്ടുപോയതൊക്കെ ആ ഫോണിൽ കൂടെ സംസാരിച്ച ശേഷമാണ്. നിലവിൽ 40 പേർക്കെതിരായി പോക്സോ കേസുകൾ എടുത്തു എന്നാണ് പറയുന്നത്. പോലീസിന് അതൊന്നും ഒഴിവാക്കാൻ കഴിയില്ല. അതിനെ പോക്സോ കേസിന്റെ പരിധിയിൽ വരുന്ന കേസുകൾ മാത്രമല്ല, അല്ലാത്ത രീതിയിൽ സെക്ഷുവലായിട്ട് അസോൾട്ട് ചെയ്തവരും കാണാം. അവരും സെക്ഷൻ
ഈ പോക്സോ കേസ് അനുസരിച്ച് സെക്ഷൻ 7 അനുസരിച്ച് അവരും കുറ്റക്കാരാണ്. 3 വർഷം വരെ ശിക്ഷ അവർക്കും ലഭിക്കാം. അതുപോലെ തന്നെ ഇപ്പം 18 വയസ്സ് എത്തിയേ ഉള്ളൂ ആ കുട്ടിക്ക്. ഇപ്പം മേജർ ആയിട്ടുണ്ടാവാം എന്ന് കരുതുന്നു. ആ സമയത്ത് കുട്ടി ശിശുക്ഷേമ സമിതിയിൽ അവരെ ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ കുട്ടിയുടെ ണ്ടായ മാനസികമായ സമ്മർദ്ദം കണ്ട് അവർ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് 64 പേരുടെ കഥകൾ വെളിയിലോട്ട് വരുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെങ്ങും ഇത്രയും പേര് പീഡിപ്പിച്ചതായിട്ടുള്ള ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ആദ്യമായിട്ടായിരിക്കും പത്തനംതിട്ടയിലെ ഈ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് 64 പേരുടെ ലിസ്റ്റ് വന്നത്. ഇനി അതിൽ കൂടുതൽ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഏകദേശം 5 വർഷം ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരിക്കണു. എങ്ങനെയായാലും ഒരു 1500-2000 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ആണ് ഈ പീഡനങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. 2019 മുതലാണ് 13 വയസ്സുള്ള കുട്ടിക്ക് പ്രായം തികയുന്നത്. അപ്പോൾ 13 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഈ ലൈംഗികമായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് എന്ന് തോന്നുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാം. ഇപ്പം തന്നെ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരെ തുടർച്ചയായി അറസ്റ്റ് ഉണ്ടാകും. 64 പേരും 64 പേർക്ക് 64 കേസുകളും ചിലപ്പം രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഒരു കേസിൽ ചിലപ്പം 1, 2, 3 പേര് ഉൾപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് കാരണം അവർ ഒന്നിച്ച് പോയിട്ടുണ്ടാവും, അല്ലെ ഒന്നിച്ച് പരിചയപ്പെട്ടതായിരിക്കാം. അങ്ങനെ ചിലപ്പോൾ ഒരു കേസിന് 2, 3 പ്രതികൾ പോക്സോ കേസിൽ വന്നാൽ 64 പേർക്ക് അത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരില്ല. ഇപ്പം 10-40 കേസ് എന്തായാലും രജിസ്റ്റർ ചെയ്യും സാധ്യതയുണ്ടെന്ന് കരുതുന്നു. 2 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഇപ്പോൾ ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.